നമുക്ക് ഈ വരുന്ന LDC അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ +2 ലെവൽ പരീക്ഷകളിലൊക്കെ വൊക്കാബുലറി പാർട്ടിൽ നിന്നും പ്രിഫിക്സസ് അല്ലെങ്കിൽ സഫിക്സസുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സ്പെർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രിഫിക്സ് അല്ലെങ്കിൽ സഫിക്സ്? ഇതിനെ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് പറയുന്ന വാക്കാണ് അഫിക്സസ് എന്ന് പറയുന്നത്. ഇതാണ് അഫിക്സസ്. ഈ അഫിക്സസ് ആണ് രണ്ട് തരത്തിലുള്ളത്. ഏതൊക്കെയാണ്? പ്രിഫിക്സും സഫിക്സും. ഇനി പ്രിഫിക്സ് അല്ലെങ്കിൽ സഫിക്സ് അല്ലെങ്കിൽ മൊത്തത്തിൽ അഫിക്സസ് എന്ന് വെച്ചാൽ എന്താണ്? അക്ഷരങ്ങളുടെ കൂട്ടമാണ്. എന്താണ്? അക്ഷരങ്ങളുടെ കൂട്ടം. അവ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഒരു വാക്കിന്റെ റൂട്ട് ഫോമിന് അർത്ഥവ്യത്യാസം ഉണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു വാക്കിന്റെ റൂട്ട് ഫോമിന് അർത്ഥവ്യത്യാസം ഉണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ അഫിക്സസ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം, പ്രിഫിക്സ് എന്നും സഫിക്സ് എന്നും. പ്രിഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പ്രീ എന്ന് ചേർത്ത് എന്താണ്? മുൻപിൽ നടത്തില്ല. അത് ഏതെങ്കിലും ഒരു വാക്കിന്റെ തൊട്ടു മുമ്പിൽ, അതിന്റെ റൂട്ട് ഫോമിന്റെ തൊട്ടു മുമ്പിൽ നമ്മൾ ഇതുപോലെ അക്ഷരങ്ങളുടെ കൂട്ടം ഉപയോഗിക്കുന്നുവെങ്കിൽ എന്തിനു വേണ്ടി? ആ വാക്കിന്റെ അർത്ഥത്തിന് വ്യത്യാസം കൊടുക്കുവാൻ വേണ്ടി നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നുവെങ്കിൽ ആ അക്ഷരങ്ങളുടെ കൂട്ടത്തെ നമുക്ക് എന്ത് വിളിക്കാം? പ്രിഫിക്സ് എന്ന് വിളിക്കാം. ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു വാക്കിന്റെ റൂട്ട് ഫോമിന് ശേഷം നമ്മൾ ഇതുപോലെ അർത്ഥവ്യത്യാസം ഉണ്ടാക്കുവാൻ വേണ്ടി അക്ഷരങ്ങളുടെ കൂട്ടം ഉപയോഗിക്കുന്നുവെങ്കിൽ ആ അക്ഷരങ്ങളുടെ കൂട്ടത്തെ നമുക്ക് സഫിക്സ് എന്ന് വിളിക്കാം. അതാണ് പ്രിഫിക്സും സഫിക്സും. ക്ലിയർ ആയല്ലോ? ഇവിടെ നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം എന്താണ്? യൂസ് ദ ഫോളോയിങ് അഫിക്സസ് കറക്റ്റ്ലി എന്നാണ്. അതായത് ഇവിടെ ഇങ്ങനെ ഓരോ വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ വാക്കിന് ഏത് അഫിക്സ് കൊടുത്താലാണ്, ദാറ്റ് മീൻസ് പ്രിഫിക്സ് ആണോ അല്ലെങ്കിൽ സഫിക്സ് ആണോ, എന്തോ ആയിക്കോട്ടെ, അത് കൊടുക്കുമ്പോഴാണ് ഇവിടെ കറക്റ്റ് ആവുന്നത് എന്നാണ് ചോദ്യം. നോക്കുക, മെറിറ്റ് എന്ന് പറയുന്ന വാക്ക്. ഈ മെറിറ്റ് എന്ന് പറയുന്ന വാക്കിന് പ്രിഫിക്സ് ആണോ കൊടുക്കേണ്ടത് അതോ സഫിക്സ് ആണോ കൊടുക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യമേ മെറിറ്റിന്റെ മുമ്പിൽ റീ കൊടുത്ത് നോക്കാം. റീമെറിറ്റ് അങ്ങൊരു വാക്കുണ്ടോ? ഇല്ല. ഡിമെറിറ്റ് അങ്ങൊരു വാക്കുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ വരേണ്ട സ്പെല്ലിംഗ് എങ്ങനെയാണ്? DI എന്നല്ല, പിന്നെ എങ്ങനെയാണ്? DE എന്നാണ്. അപ്പൊ ഡിമെറിറ്റ്. അപ്പം ഈ DE എന്ന് പറയുന്ന അക്ഷരങ്ങളുടെ കൂട്ടം ഈ മെറിറ്റിന് തൊട്ടു മുമ്പ് കൊടുത്തപ്പോൾ അവിടെ ഒരു അർത്ഥം വന്നു. എന്താണ്? ഡിമെറിറ്റ് എന്ന് വന്നു. ഡിമെറിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മെറിറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിമെറിറ്റ്. അപ്പൊ നമ്മൾ ഈ പ്രിഫിക്സ് നിന്നെ വിളിക്കാൻ കാരണം എന്താ? ഇതിന്റെ തൊട്ടു മുമ്പിലാണ് നമ്മൾ ഉപയോഗിച്ചത്. അതുകൊണ്ട് അങ്ങനെ ഈ പ്രിഫിക്സ് ഇതിന്റെ തൊട്ടു മുമ്പിൽ ഉപയോഗിച്ചപ്പോൾ ഈ മെറിറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മാറി. അതായത് അർത്ഥവ്യത്യാസം സംഭവിച്ചു. അങ്ങനെ ആകുമ്പോൾ ഇതൊരു അഫിക്സ് ആണ്. ഇത് മുന്നിൽ ചേർത്തുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രിഫിക്സ് എന്ന് വിളിക്കാം ഇതിനെ. അപ്പൊ അങ്ങനെ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഈ പറയുന്ന C എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, C എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാണ് കറക്റ്റ് ആൻസർ. അങ്ങനെ എന്തായാലും ഡിമെറിറ്റ് എന്ന് വരും. അടുത്ത ചോദ്യം, പോസ്റ്റ്. ഇവിടെ എന്താണ് കൊടുക്കാൻ പറ്റുക? നമുക്ക് ബി പോസ്റ്റ് എന്ന് വായിച്ചു നോക്കാം. അർത്ഥം ശരിയാവുന്നുണ്ടോ? ഔട്ട് പോസ്റ്റ് എന്ന് അങ്ങനെ വാക്കുണ്ടോ? ഏജ് പോസ്റ്റ് എന്നൊരു വാക്കുണ്ടോ? ഓൺ പോസ്റ്റ് എന്ന് പറയുന്നൊരു വാക്കുണ്ടോ? ഇല്ല. അപ്പൊ പ്രിഫിക്സ് അല്ല ഇവിടെ വരേണ്ടത്, അപ്പൊ സഫിക്സ് ആയിരിക്കണം. അപ്പൊ പോസ്റ്റ് ബി എന്ന് പറഞ്ഞു നോക്കാം, അത് ശരിയാവുന്നില്ല. പോസ്റ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ശരിയാവുന്നുണ്ടോ? ഇല്ല. പക്ഷെ പോസ്റ്റേജ് എന്ന് പറയുമ്പോൾ അങ്ങൊരു വാക്കുണ്ട്, പോസ്റ്റേജ്. എന്താണ് പോസ്റ്റേജ്? തപാല് കൂലി അല്ലെങ്കിൽ തപാൽ അയക്കുന്നതിന്റെ കൂലി, തപാൽ കൂലി എന്നൊക്കെയാണ് നമ്മൾ പോസ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചോദിക്കത്തില്ല പോസ്റ്റേജ് ഫീ എത്ര എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ല എന്ന് പറയുന്നത്. പോസ്റ്റേജ്. അപ്പോൾ പോസ്റ്റേജ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആവുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? ഈ പോസ്റ്റ് എന്ന് പറയുന്ന റൂട്ട് ഫോമിന്റെ കൂടെ AGE എന്ന് പറയുന്ന അക്ഷരത്തിന്റെ കൂട്ടം നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ ശേഷമാണ് ഉപയോഗിച്ചത്, അപ്പോൾ ഇത് സഫിക്സ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോസ്റ്റേജ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. C എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ.
അടുത്ത ചോദ്യം ഡേറ്റ്. ഡേറ്റിന്റെ മുന്നിൽ നമ്മൾ അൺ ചേർക്കുമ്പോൾ അൺഡേറ്റ് എന്ന് വരും. ഇനി ഡേറ്റിന്റെ മുന്നിൽ നമ്മൾ ആന്റി എന്ന് ചേർക്കുമ്പോൾ ആന്റി ഡേറ്റ് എന്ന് വരും. അങ്ങനെ ഒരു വാക്കുണ്ടോ? ഉണ്ട്. എന്താണ് ആന്റി ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്താണ് ഉദ്ദേശിച്ച തീയതിയേക്കാൾ മുന്നേ വെച്ചുകൊണ്ട് നമ്മൾ ഏതെങ്കിലും കാര്യം എഴുതുന്നതിന് നമ്മൾ ആന്റി ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആന്റി ഡേറ്റ് ആയിട്ട് എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതാനാണോ തീരുമാനിച്ചത് അതിനേക്കാൾ മുന്നേ ഒരു ഡേറ്റിൽ നമ്മൾ എഴുതി വെക്കുന്നത് അതിന് നമ്മൾ ആന്റി ഡേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിവിടെ ആന്റി എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ കറക്റ്റ് ആൻസർ, ആന്റി ഡേറ്റ്. ഇനി അടുത്ത സ്പോക്കൺ. സ്പോക്കണിന്റെ മുമ്പിൽ നമുക്ക് ഇന്നി ചേർക്കം കിട്ടുന്നുണ്ടോ? ഇൻസ്പോക്കൺ നമ്മൾ പറയാറുണ്ടോ? ഇല്ല. ഡി സ്പോക്കൺ എന്ന് പറയാറുണ്ടോ? ഇല്ല. എന്നാൽ ഔട്ട് സ്പോക്കൺ നമ്മൾ പറയും. വാചാലനായത് എന്നൊക്കെ അർത്ഥം ഔട്ട് സ്പോക്കൺ എന്ന് പറയും. അപ്പൊ ഇവിടെ പ്രിഫിക്സ് ആണ് ഔട്ട്. അപ്പൊ ഇവിടെ ഔട്ട് എന്ന് പറയുന്ന സംഭവമാണ് വരേണ്ടത്, ഔട്ട് സ്പോക്കൺ. ഇനി അടുത്തത് അഡ്വാൻറ്റേജ്. അവിടെ നമ്മൾ ഡി അഡ്വാൻറ്റേജ് എന്ന് പറയാറുണ്ടോ? ഇല്ല. റീ അഡ്വാൻറ്റേജ് എന്ന് പറയാറുണ്ടോ? ഇല്ല. എന്നാൽ ഡിസ് അഡ്വാൻറ്റേജ് എന്ന് പറയും. അപ്പൊ എന്താണ്? പ്രിഫിക്സ് ആണ്, മുന്നേ ചേർത്തു. അപ്പൊ പ്രിഫിക്സ് ആണ്. അപ്പൊ അങ്ങനെ അഡ്വാൻറ്റേജിന്റെ തൊട്ട് മുമ്പിൽ ഡിസ് എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർത്തപ്പോൾ ഈ വാക്കിന്റെ അർത്ഥത്തിന് എന്ത് സംഭവിച്ചു? മാറ്റം സംഭവിച്ചു, അർത്ഥത്തിന് മാറ്റം സംഭവിച്ചു. എന്തായി മാറി? ഇതിന്റെ നേർ വിപരീതമായി മാറി, ഓപ്പോസിറ്റ് ആയിട്ട് മാറി. അഡ്വാൻറ്റേജിന്റെ ഓപ്പോസിറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഡിസ് എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർത്ത്. അപ്പൊ ഡിസ് അഡ്വാൻറ്റേജ് എന്ന് മാറും. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് നോക്കുക മിനിസ്റ്റർ. ഇതിന്റെ തൊട്ട് നമുക്ക് ബി ഐ എന്ന പ്രിഫിക്സ് ചേർത്താൽ അർത്ഥമാവോ? ബൈ മിനിസ്റ്റർ നമ്മൾ പറയാറുണ്ടോ? ഇല്ല. ഓവർ മിനിസ്റ്റർ എന്ന് പറയാറുണ്ടോ? ഇല്ല. ഓൺ മിനിസ്റ്റർ എന്ന് പറയാറുണ്ടോ? ഇല്ല. പിന്നെ എക്സ് മിനിസ്റ്റർ എന്ന് പറയും, എന്നുവെച്ചാൽ മുൻ മന്ത്രി ആണ് എക്സ് മിനിസ്റ്റർ. അപ്പൊ അങ്ങനെ ഇവിടെ വരേണ്ടത് ഇ എക്സ് എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം റെലവെന്റ്. നമ്മൾ ആദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നിൽ പറഞ്ഞു നോക്കണം. അങ്ങനെയൊന്നും പറ്റുന്നില്ലെങ്കിൽ പിന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞു നോക്കണം, എന്നാലേ കറക്റ്റ് ആവത്തുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് പ്രിഫിക്സ് ആയിട്ട് നമുക്ക് ഇതിനെ സങ്കല്പിച്ചുകൊണ്ട് നോക്കാം. ഡി റെലവെന്റ് നമ്മൾ പറയാറില്ല, എന്നാൽ നമ്മൾ ഇറവലന്റ് എന്ന് പറയും. റെലവെന്റ് എന്ന് ചേർത്ത് എന്താ? പ്രസക്തമായത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ നമ്മൾ IR ഉപയോഗിക്കുന്നത്. അപ്പൊ ഇറലവെന്റ് എന്ന് വരും. ഇവിടെ IR ആണ്, അല്ലെങ്കിൽ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ലാർജ്. നമുക്ക് ആദ്യം പ്രിഫിക്സ് ആയിട്ട് സങ്കല്പിച്ച് നോക്കാം. ഇതിനെല്ലാത്തിനെയും നോക്കാം. നമ്മൾ എൻ ലാർജ് എന്ന് പറയും. എന്തിനു വേണ്ടിയാ? ഈ ലാർജ് എന്ന് പറയുന്നതിന്റെ വെർബ് ഫോം ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? EN ചേർത്ത് എൻ ലാർജ് എന്നാക്കും. ഓക്കെ, അപ്പൊ ഇത് പ്രിഫിക്സ് ആണ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ, എൻ ലാർജ്. എന്നാൽ നമ്മൾ ഇൻ ലാർജ് എന്ന് പറയത്തില്ല, ഓൺ ലാർജ് എന്ന് പറയത്തില്ല, ഔട്ട് ലാർജ് എന്ന് പറയത്തില്ല. അപ്പൊ എൻ ലാർജ് ആണ് കറക്റ്റ്. ഇനി അടുത്ത സർക്കിൾ. നമ്മൾ ആൻ സർക്കിൾ എന്ന് പറയുമോ? ഇല്ല. സെം സർക്കിൾ എന്ന് പറയുമോ? ഇല്ല. എന്നാൽ സെമി സർക്കിൾ എന്ന് പറയും. അപ്പൊ ഇത് പ്രിഫിക്സ് ആണ്. എന്താണ് സെമി സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ? സർക്കിൾ എന്ന് വെച്ചാൽ വൃത്തം, സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ അർദ്ധവൃത്തം എന്നുവെച്ചാൽ പകുതി സർക്കിൾ. അതാണ് സെമി സർക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അർദ്ധവൃത്താകൃതി എന്നൊക്കെ പറയത്തില്ല, അതാണ് സെമി സർക്കിൾ. ഇനി അടുത്തത് ലുക്കർ. അതിന്റെ മുന്നിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഓൺ ലുക്കർ നമ്മൾ പറയുമോ? പറയും. എന്താണ് ഓൺ ലുക്കർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാഴ്ചക്കാരൻ എന്നർത്ഥം. അങ്ങനെ ഇവിടെ പ്രിഫിക്സ് ആണ്, ഇവിടെ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇത്തരത്തിലായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇതേപോലെ അഫിക്സസ് എന്ന് മാത്രമായിരിക്കും ചോദിക്കുക. അഫിക്സസ് എന്ന് ഉദ്ദേശിക്കുന്നതൊക്കെയാണ് പ്രിഫിക്സ് അല്ലെങ്കിൽ സഫിക്സ്. എന്നിട്ട് പറയും നമ്മുടെ അടുത്ത് ശരിയായ രീതിയിൽ എഴുതാൻ. അപ്പോൾ നമ്മൾ ഇതുപോലെ വായിച്ച് മനസ്സിലാക്കി നമ്മൾ എഴുതണം.